എറണാകുളം മുളന്തുരുത്തിൽ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. കാഞ്ഞിരമറ്റം മാമ്പല്ലൂർ സ്വദേശി ഹനീഫയാണ് ഇന്ന് രാവിലെ മരിച്ചത്. പുതുവർഷ രാത്രിയിൽ വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. വിശദാംശങ്ങളുമായി KM ഉമേഷ് കൊച്ചിയിൽ നിന്നും. ഇക്കഴിഞ്ഞ ന്യൂ ഇയർ ദിനത്തിൻ്റെ തലേന്ന് രാത്രിയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. കാഞ്ഞിരമറ്റം പള്ളിയുടെ മുൻപിൽ വെച്ചാണ് ഈ ഷിബു എന്ന് പറയുന്നയാൾ ഓടിച്ചിരുന്ന കാർ അത് കാഞ്ഞിരമറ്റം പള്ളിയുടെ മുൻപിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇതിന് പിന്നിലാണ് ഏതാണ്ട് രാത്രി 11:45 സമയത്ത് ഹനീഫ ഓടിച്ചിരുന്ന കാർ ഈ ഷിബുവിൻ്റെ കാറിൻ്റെ പുറകിൽ ചെന്നിടിക്കുന്നത്. ഇതേ തുടർന്ന് ഇക്കാര്യം ചോദ്യം ചെയ്യാനായി ഷിബു കാറിൽ നിന്ന് പുറത്തിറങ്ങി ഹനീഫയെ മർദ്ദിക്കുകയായിരുന്നു. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങളേറെ ഞെട്ടിക്കുന്നതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ ഈ ഹനീഫയെ ഈ ഷിബു മർദ്ദിക്കുന്നത് വ്യക്തമായി കാണുകയും ചെയ്യാം. തലയ്ക്കാണ് ഈ ഹനീഫയുടെ തലയ്ക്കാണ് ഷിബു ആഞ്ഞടിക്കുന്നത്. ഒറ്റ മർദ്ദനത്തിൽ തന്നെ ഈ ഹനീഫ നിലത്ത് വീഴുന്നതടക്കം ദൃശ്യങ്ങൾ കാണാം. നിലത്ത് വീണ ഹനീഫ അബോധാവസ്ഥയിലാവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഷിബു തന്നെയാണ് ഹനീഫയെ പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം ഇന്ന് ഹനീഫ മരിക്കുകയായിരുന്നു. ഹനീഫയ്ക്ക് അന്ന് തന്നെ ഗുരുതരമായ പരിക്ക് ഏറ്റതാണ്. തലയ്ക്കാണ് വലിയ പരിക്കേറ്റത്. തലയോട്ടിയിൽ പൊട്ടലുണ്ടാവുകയും ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഏതാണ്ട് ഇത്രയും ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം അത് ഫലം കാണാതിരിക്കുകയും ഹനീഫ മരിക്കുകയും ചെയ്തത്. ഷിബുവിനെതിരെ നേരത്തെ മർദ്ദിച്ചതിനാണ് കേസെടുത്തിരുന്നത്. ഇപ്പോൾ ഈ ഹനീഫയുടെ മരണം സംഭവിച്ച സാഹചര്യത്തിൽ ഇത് കൊലപാതകമാണോ എന്ന കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ അത് ശാസ്ത്രീയമായി തന്നെ അതിൻ്റെ പരിശോധനാ ഫലം പുറത്തു വരണം. അതിനുശേഷമായിരിക്കും കൊലക്കുറ്റം അടക്കം ഈ പ്രതിക്കെതിരെ ചുമത്തുക. ഹനീഫ കാഞ്ഞിരമറ്റം സ്വദേശിയാണ്. അതേസമയം ഈ സംഭവം ഉണ്ടായതിനെ തുടർന്ന് ഷിബു ഒളിവിൽ പോയിരിക്കുകയാണ്. ഷിബുവിനെ ഉടൻ പിടികൂടാനുള്ള ശ്രമത്തിലാണ് മുളന്തുരുത്തി പോലീസ്.